സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, സഹോദര സഹോദരികളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുറസൂലുള്ളാഹി ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് രണ്ടാമത് സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു ചെറുപ്പക്കാരനെ മക്കയിൽ വെച്ച് കണ്ടു. ആ ചെറുപ്പക്കാരൻ ഏതടി വെച്ചാണ് സ്വലാത്താണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുത്തുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലാണ് സ്വലാത്ത് ചൊല്ലുന്നത്. സാധാരണ തവാഫ് ചെയ്യുമ്പോൾ വാലിദാലിക്ക് ചൊല്ലാനുണ്ട്, എല്ലാ ദിക്റുമുണ്ട്. പക്ഷേ ചെറുപ്പക്കാരൻ സ്വലാത്താണ് ചൊല്ലുന്നത്. എന്താ മോനെ പോത്തോടാണ് നീ എല്ലായിടത്തും സ്വലാത്ത് ചൊല്ലുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് വന്നത്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് ഹജ്ജിന് വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ മക്കയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വേരിലേക്ക് അസുഖം ബാധിച്ചു. അവരുടെ മുഖമാൽ ഇരുണ്ട് കരുത്ത് കരിവാലിച്ചു പോയി. വളരെ പ്രയാസത്തോടെ ഞങ്ങൾ ഇരുന്നു. എൻ്റെ ഉമ്മാൻ്റെ വേരിനാണെങ്കിൽ മാരകമായ അസുഖം പിടിച്ചുപോയി, ആകെ തകരാറിലായിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ പല്ലിയുടെ മേലൊന്ന് കയ്യൊന്ന് നടത്തി. എന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ മുഖമൊന്ന് തടകി. എൻ്റെ ഉമ്മാൻ്റെ പ്രയാസം മുഴുവനും മാറി. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ